ഹായ് ഹലോ നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് പുതിയൊരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിനെ പറ്റിയാണ്. ബി റിയൽ എന്നാണ് ഈ ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിൻ്റെ പേര്. നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ബി റിയൽ എന്ന് സെർച്ച് ചെയ്താൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ കിട്ടും. അപ്പം നമ്മൾ നോർമൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാമിലൊക്കെ ലോഗിൻ ചെയ്യുന്ന പോലെ നമുക്കിതിൽ ലോഗിൻ ചെയ്യാൻ പറ്റും, യൂസ് ചെയ്യാൻ പറ്റും. വളരെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ ലോഗിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താണ് ബി റിയൽ? ബി റിയൽ എന്ന് പറയുന്നത് നമ്മളെ റിയലായിട്ട് കാണിക്കുക എന്ന ഉദ്ദേശത്തിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ള ഒരു സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമാണ്. അപ്പം ഇൻസ്റ്റാഗ്രാം ഉണ്ട്, ഫേസ്ബുക്ക് ഉണ്ട്, സ്നാപ്ചാറ്റ് ഉണ്ട്, അങ്ങനെ ഒരുപാട് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഓൾറെഡി അവൈലബിൾ ആണ്. അപ്പോൾ ഇതിൽ നിന്നും എന്താണ് ബി റിയലിനെ വ്യത്യസ്തമാക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിലുള്ള പോലുള്ള ചവർ പോലെ ഫീച്ചേഴ്സ് ബി റിയലിൽ ഇല്ല എന്നുള്ളതാണ്. ആകെ രണ്ട് പരിപാടികളെ ബി റിയലിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഒന്ന്, നമുക്ക് ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം. രണ്ടാമത്തത് നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ അല്ലാന്നുണ്ടെങ്കിൽ ഡിസ്കവറി എന്ന് പറയുന്ന സെക്ഷൻ ഉണ്ട്, അവിടെ പോയിട്ട് ബാക്കിയുള്ളവർ പോസ്റ്റ് ചെയ്തിരിക്കുന്ന ഫോട്ടോസ് കാണാൻ പറ്റും. ഇത്രയും പരിപാടി മാത്രമേ നിങ്ങൾക്ക് ബി റിയലിൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇനി ബി റിയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് എല്ലാവർക്കും അറിയാം ഇൻസ്റ്റാഗ്രാം, ഫേസ്ബുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്ലാൻ ചെയ്തിട്ട് അതിൽ ഫോട്ടോസൊക്കെ ഇടാൻ പറ്റും. അതേപോലെ തന്നെ പോസിറ്റീവായിട്ടുള്ള ഫോട്ടോസാണ് കൂടുതൽ ആൾക്കാർ ഷെയർ ചെയ്യുന്നത്. ഇപ്പം സ്റ്റാറ്റസ് ആയാലും സ്റ്റോറി ആയാലും, ഇപ്പം ഇന്നെടുത്ത് വെച്ച സ്റ്റോറി വേണമെങ്കിൽ നമുക്ക് 10 ദിവസം കഴിഞ്ഞിടാം. അതുപോലെ തന്നെ നമുക്ക് പോസിറ്റീവായിട്ടുള്ള സ്റ്റോറീസും അതേപോലെ ആ സംഭവങ്ങൾ, അതായത് നമ്മുടെ ലൈഫിൽ നടക്കുന്ന പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ മാത്രമാണ് കൂടുതൽ ആൾക്കാർ സോഷ്യൽ മീഡിയാസിൽ ഷെയർ ചെയ്യാറുള്ളൂ. നമുക്ക് എല്ലാവർക്കും അറിയാം എല്ലാവരുടെ ലൈഫ് എപ്പോഴും ഒരേ പോണക്കായിരിക്കത്തില്ല. അപ്പം നമ്മൾ ഓൾറെഡി നെഗറ്റീവായിട്ട് അടിച്ചിരിക്കുന്ന ഒരാളാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ സോഷ്യൽ മീഡിയ നമ്മുടെ ഫ്രണ്ട്സിൻ്റെയൊക്കെ പ്രൊഫൈൽ എടുത്ത് നോക്കുന്ന സമയത്ത് അവർ ഇവിടെ ട്രിപ്പ് പോകുന്നു, അവിടെ ട്രിപ്പ് പോകുന്നു, അവർ ഭയങ്കര ജോലിയായിട്ട് നടക്കുന്നു, അതൊക്കെ കാണുന്ന സമയത്ത് ഡിപ്രസ്ഡ് ആവുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ റിയൽ അല്ല, അത് അൺറിയൽ ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ സംഭവിക്കുക. അല്ലെങ്കിൽ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു ഫോട്ടോസ് നമ്മൾ വേറൊരു ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്നൊരു ഫോട്ടോ മേടിച്ചിട്ട് നമ്മൾ പോകുന്ന രീതിയിലുള്ള സ്റ്റാറ്റസ് ഇടാൻ പറ്റും. അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നമുക്ക് ഈ സോഷ്യൽ മീഡിയാസിൽ മാനിപ്പുലേറ്റ് ചെയ്യാനൊക്കെ പറ്റും. അപ്പം ഈ ഒരു സംഭവങ്ങളൊന്നും വരരുത് എന്നുള്ള രീതിയിലാണ് ബി റിയൽ എന്ന് പറയുന്ന ഈ ഒരു ആപ്ലിക്കേഷനകത്തിൽ ഒരു സെറ്റപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതായത് നിങ്ങൾക്ക് ഒരു ദിവസത്തിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു 2 മിനിറ്റ് ടൈം അവർ തരും. ആ 2 മിനിറ്റിലാണ് നിങ്ങളുടെ ആ ഒരു ഫോട്ടോ ആഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഫോട്ടോ ആഡ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അപ്പോൾ നിങ്ങൾക്ക് മുകളിൽ നോട്ടിഫിക്കേഷൻ വരും. നമ്മുടെ ബേസിക്കായിട്ട് നമ്മുടെ വാട്സപ്പിൻ്റെയും ഫേസ്ബുക്ക് നോട്ടിഫിക്കേഷൻ നമ്മുടെ ഹോം സ്ക്രീനിൽ വരുന്ന പോലെ ഒരു നോട്ടിഫിക്കേഷൻ വരും. നിങ്ങളുടെ ഇന്നത്തെ 2 മിനിറ്റ് സ്റ്റാർട്ട് ചെയ്യുന്നു പറഞ്ഞ് നോട്ടിഫിക്കേഷൻ വരാം. നോട്ടിഫിക്കേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ക്യാമറ ഓൺ ആവുന്ന സമയത്ത് ആ ടൈമിൽ നിങ്ങൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പുറത്തെ സാധനമാണ് നിങ്ങൾ ക്യാപ്ചർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ നമുക്കിതിൽ ഫേക്ക് ചെയ്യാൻ പറ്റത്തില്ല. അതേപോലെ നമുക്ക് ഗാലറിയിൽ നിന്നുള്ള ഫോട്ടോസ് ഇതിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. ആ ഒരു ടൈമിൽ എന്താണോ നമ്മുടെ ഫ്രണ്ടിൽ നടക്കുന്നത് അത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോട്ടോസ് എടുത്തിട്ട് നമുക്ക് ഇതിലിടാം, ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവോയ്ഡ് ചെയ്യാം. അപ്പം ഫോട്ടോസ് എടുക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫസ്റ്റ് നിങ്ങളുടെ ബാക്ക് ക്യാമറ വെച്ചൊരു ഫോട്ടോ എടുക്കും. അതിനുശേഷം നിങ്ങളുടെ ഫ്രണ്ട് ക്യാമറ അത് അറ്റ് എ ടൈം നിങ്ങളുടെ എക്സ്പ്രഷൻ എന്താണോ അതും ക്യാപ്ചർ ചെയ്യും. അങ്ങനെ നിങ്ങളുടെ ഒരു ഫ്രണ്ട് ക്യാമറയുടെ ഫോട്ടോയും നിങ്ങളുടെ ബാക്ക് ക്യാമറയിൽ നിന്ന് വരുന്ന ഫോട്ടോയും ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ ബി റീലായിട്ട് പോസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. വേറെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് ഏത് ടൈമിലാണോ ഈ ബി റീലിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് ആ ടൈമിൽ തന്നെ ആയിരിക്കും നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെ ഫ്രണ്ട്സ് ആ ഒരു ടൈമിൽ എന്താണ് ചെയ്യുന്നതെന്ന് നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതാണ് ബി റീലിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഇനി നിങ്ങൾ ആദ്യമായിട്ട് ബി റീൽ ഓപ്പൺ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫസ്റ്റ് ഒരു ബി റീൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ തന്നെ നിങ്ങൾക്ക് ആഡ് ചെയ്യാൻ വേണ്ടി ഒരു ഓപ്ഷൻ വരും. അപ്പോൾ നിങ്ങളൊരു ബി റീൽ ഇട്ടാൽ മാത്രമേ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ ബി റീൽസ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. ഈ റീൽസ് അല്ല കേട്ടോ, ബി റിയൽ എന്നാണ് ഞാൻ ഈ പറഞ്ഞു പോകുന്ന സമയത്ത് റീൽസ് എന്നായി പോകുന്നതാണ്. ഓക്കെ, ആ സാധനം ആ പോസ്റ്റ് നിങ്ങൾക്ക് കാണാൻ പറ്റത്തുള്ളൂ. അതേപോലെ തന്നെ 24 മണിക്കൂർ കഴിഞ്ഞാൽ ഈ സാധനം ഹൈഡായി പോകും. അതുകൊണ്ട് ഇതവിടെ കിടക്കത്തൊന്നുമില്ല. ഈ ഡിസ്കവറി സെഷനിലും അങ്ങനെ തന്നെയാണ്. ഡിസ്കവറി സെഷനിലും അന്നത്തെ ദിവസത്തെ എങ്ങനെയാണ് ഡിസ്കവറി സെഷൻ വർക്ക് ചെയ്യുന്നത് എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പോൾ ആ ഡിസ്കവറി സെഷനിലും അന്ന് ആൾക്കാർ പോസ്റ്റ് ചെയ്തിട്ടുള്ള റിയലുകൾ അല്ലെങ്കിൽ പോസ്റ്റുകൾ വരും. അപ്പോൾ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും. അതും 24 ഹവേഴ്സിന് ശേഷം നിങ്ങൾക്ക് കാണാൻ പറ്റത്തില്ല. അപ്പോൾ ഇതാണ് അതിനൊരു കൺസെപ്റ്റ്. പിന്നെ നിങ്ങൾക്ക് ഈ പോസ്റ്റുകളിൽ കമൻറ്റ് ചെയ്യാൻ പറ്റും. കമൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ ഈ സ്മൈലീസ് ആഡ് ചെയ്യാൻ പറ്റും. സ്മൈലീസ് ആഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തന്നെ സ്മൈലീസ് നമുക്ക് ക്രിയേറ്റ് ചെയ്തിട്ട് ഇതിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത്രയും ചെറിയ 1, 2, 3 ഫീച്ചേഴ്സ് മാത്രമേ ഇതിലുള്ളൂ. പിന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്യാമറ ആപ്ലിക്കേഷൻസിൽ ഫിൽറ്ററോ കാര്യങ്ങളോ ഒന്നുമില്ല. റിയൽ ആയിട്ടുള്ള നിങ്ങളെ തന്നെ ആയിരിക്കും നിങ്ങളവിടെ കാണുന്നത്. അതുകൊണ്ട് തന്നെ മറ്റുള്ള ഗിമ്മിക്കും പരിപാടി എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, ഇൻസ്റ്റാഗ്രാം ആയാലും ഫേസ്ബുക്ക് ആയാലും ഏത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ആയാലും അവിടെ എല്ലാ ക്യാമറയിലും ഫിൽറ്റേഴ്സ് ഉണ്ട്. അപ്പോൾ നമ്മളെ റിയലായിട്ട് എങ്ങനെയാണോ കാണിക്കാൻ ഉദ്ദേശിക്കുന്നത് ആ രീതിയിൽ തന്നെ കാണിക്കാനുള്ള പരിപാടിയാണ് ഈ ബി റീൽ എന്ന് പറയുന്ന ഈ ഒരു ആപ്പ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റി പറയാനാണെന്നുണ്ടെങ്കിൽ ഇത് കൺസെപ്റ്റ് വൈസ് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു ആപ്ലിക്കേഷനാണ്. പക്ഷേ ഇൻ ഫ്യൂച്ചർ ഇപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇൻസ്റ്റാഗ്രാം എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തതെന്നുള്ള എല്ലാവർക്കും അറിയാം. ഒരു ഫോട്ടോ ഷെയറിങ് ആപ്ലിക്കേഷനായിട്ടാണ് ഇൻസ്റ്റാഗ്രാം സ്റ്റാർട്ട് ആവുന്നത്. പക്ഷേ അതിനുശേഷം അവർ
അവരുടെ റവന്യൂ അവർക്ക് കൂട്ടണം, എന്നാൽ അവർക്കത് ഗ്രോ ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലെന്നുണ്ടെങ്കിൽ അത് സ്റ്റോപ്പ് ചെയ്തിട്ട് പോകാമെന്നുള്ളതേ ഉള്ളൂ. അപ്പോൾ അത് കൂട്ടാൻ വേണ്ടിയിട്ട് അവർ മറ്റുള്ള സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിനെ അഡാപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഇപ്പോൾ ഫേസ്ബുക്കും ഇൻസ്റ്റാഗ്രാമും തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല, ആൾക്കാരുടെ വ്യത്യാസം മാത്രമേ ഉള്ളൂ. ഫേസ്ബുക്കിൽ 10-40 വയസ്സിന് മുകളിലുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇവിടെ യങ്സ്റ്റേഴ്സാണ്. നിങ്ങൾക്ക് രണ്ടിടത്തും റീൽസ് പോസ്റ്റ് ചെയ്യാം, പോസ്റ്റ് ചെയ്യാം, അതുപോലെ ഫോട്ടോസ് പോസ്റ്റ് ചെയ്യാം, വീഡിയോസ് പോസ്റ്റ് ചെയ്യാം, ഗ്രൂപ്പുകൾ ക്രിയേറ്റ് ചെയ്യാം. എല്ലാ പരിപാടിയും ഇപ്പോൾ രണ്ടിടത്തും നടക്കും. അതുകൊണ്ട് തന്നെ അത് തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. ഇത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്ക് പൈസ വേണം ഈ സാധനമൊക്കെ റൺ ചെയ്തുകൊണ്ട് പോകാൻ വേണ്ടിയിട്ടുള്ള. അപ്പം ആ പൈസ കിട്ടാനുള്ള ഓരോരോ മാർഗ്ഗങ്ങളാണ് ഈ സംഭവങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസ് ഇങ്ങനെ ഇവോൾവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ബി റിയലിൻ്റെ കേസിലും അതാണ് പ്രശ്നം വരുന്നത്. ഇതിൽ അഡ്വർടൈസ്മെൻറ്റ് അവർ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ ഒരു ആപ്ലിക്കേഷൻ്റെ ആ ഒരു സെറ്റപ്പ് തന്നെ മൊത്തം മാറും. പിന്നെ ഇവരെങ്ങനെയാണ് ഇതിൽ നിന്ന് പൈസ ഉണ്ടാക്കുന്നതെന്ന് മാത്രമാണ് നമ്മൾ ഇനി ചിന്തിക്കേണ്ടത്. അഥവാ ഇത് ഒരു ഇന്ത്യയിൽ അത്ര പോപ്പുലർ അല്ല ഈ ഒരു ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത്. വീഡിയോ കാണുന്നവർ തീർച്ചയായിട്ടും ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് ഇത് ചെയ്ത് നോക്കുക, യൂസ് ചെയ്ത് നോക്കുക. ഞാൻ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്തേക്കാം. ഓക്കെ, അപ്പം ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായങ്ങൾ, അപ്പോൾ ഈ ഒരു ആപ്ലിക്കേഷനെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻറ്റുകൾ ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ കാണാം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണാം. ബൈ ബൈ.